ഹലോ എവരിവൺ, സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റി പഠിക്കുന്നതിനെ നമ്മൾ ആസ്ട്രോണമി എന്ന് പറയാം. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെയും പ്ലാനറ്റ്സിനെയും ഒക്കെ നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ടെലിസ്കോപ്പിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ആസ്ട്രോണമി എന്ന ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ആസ്ട്രോണമർ ആവണമെങ്കിൽ നമ്മൾ എന്ത് കോഴ്സ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ 10th ശേഷം ഏതെങ്കിലും സ്പെസിഫിക് ബ്രാഞ്ചിലേക്ക് പോയാൽ മാത്രമാണോ നമുക്ക് ആസ്ട്രോണമർ ആവാൻ സാധിക്കുക? സോ ദിസ് ഇസ് എ വാലിഡ് ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ്. കാരണം ആസ്ട്രോണമർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ആവശ്യമുള്ളത് ഫിസിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. യെസ്, ഓഫ് കോഴ്സ് 10th ക്ലാസ്സിന് ശേഷം നമ്മൾ +1 +2 ഫിസിക്സ് അഥവാ സയൻസ് റിലേറ്റഡ് ആയിരിക്കുന്ന ബ്രാഞ്ച് എടുത്താൽ മാത്രമാണ് നമുക്ക് ആസ്ട്രോണമർ ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആൻഡ് ആഫ്റ്റർ 11th and 12th +2 ശേഷം ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് നമുക്ക് ഈ ആസ്ട്രോണമി ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക? അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന്, +2 നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് ലൈക്ക് JEE മെയിൻ എന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്താൽ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന മറ്റൊരു ഘട്ട പരീക്ഷ കൂടി ക്വാളിഫൈ ചെയ്യുകയും ഏറ്റവും നല്ല IITസിൽ നമുക്ക് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ലൈക്ക് ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ് ആയി നമുക്ക് IITസിൽ അഡ്മിഷൻ എടുക്കാം. അതല്ലെങ്കിൽ എയറോസ്പേസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ BTech ഡിഗ്രികൾ നമുക്ക് IITസിൽ നിന്നെടുക്കാം. IIT ബോംബെ, കാൺപൂർ, ഖരഗ്പൂർ തുടങ്ങിയ IITസിൽ നിങ്ങൾക്ക് ഫിസിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു BTech ഡിഗ്രി അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പോലുള്ള BTech ഡിഗ്രി അല്ലാതെ നമുക്കൊരു BSMS കോഴ്സ് വിച്ച് മീൻസ് ഒരു ഡുവൽ ഡിഗ്രി, നമുക്ക് വളരെ കോമൺ ആയിട്ട് അതിന് ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ PG ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള അവസരം ഉണ്ടാക്കുന്നത് IISER, IISc തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നറിയപ്പെടുന്ന IISER, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന IISc is a better option for astrophysics. ഇന്ത്യയിലെ ആസ്ട്രോണമിയിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചുവട് വെക്കാനുള്ള സുവർണ അവസരം ലഭിക്കുന്നത് ഏത് ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണെന്ന് അറിയാമോ? +2 ശേഷം the best option is to join Indian Institute of Space Science and Technology which is located at Trivandrum. തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം IIST ആണ് എയറോസ്പേസ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് പറയാം. ഇതിലേക്കുള്ള അഡ്മിഷൻസ് വളരെ ചുരുക്കമാണ്, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. +2 ശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് എന്നറിയപ്പെടുന്ന എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഫോർ എ ചൈൽഡ് ഹൂ ഈസ് അസ്പയറിംഗ് ടു ബിക്കം ആൻ ആസ്ട്രോണമർ, നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ISROയിലും അതുവഴി നാസയിലൊക്കെ പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ IIST തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ISROയിലേക്കും വിക്രം സാരാഭായ് സെന്ററിലേക്കൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്സ് നമുക്ക് കിട്ടും. ISRO സാറ്റലൈറ്റ് സെന്റർ, ISRO സാറ്റലൈറ്റ് ട്രാക്കിംഗ് സെന്റർ, നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്സ് നടക്കാറുണ്ട്. സോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്നുള്ളത് IIST ചൂസ് ചെയ്യുക തന്നെയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് PG ആൻഡ് PhD പ്രോഗ്രാംസിലേക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ആസ്ട്രോണമിയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ആൻഡ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പൂനെയിലുള്ള IUCAA എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുത്ത് നമ്മുടെ തുടർ പഠനം ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് IIA എന്നറിയപ്പെടുന്ന സ്ഥാപനം എക്സ്ക്ലൂസീവ്ലി ഫോർ ആസ്ട്രോണമി ആൻഡ് സ്റ്റഡീസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ബെറ്റർ ഓപ്ഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് ചാനലിലൂടെയാണ് നമുക്ക് ആസ്ട്രോണമി എന്ന നമ്മുടെ ഫൈനൽ ഗോളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. സോ ദർ ആർ സോ മെനി ഓപ്ഷൻസ്. നമുക്ക് 11th ഇപ്പൊ 10th പഠിക്കുന്നവരാണെങ്കിൽ 9th പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് 11th 12th നമുക്ക് നല്ലൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക. 12th എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതി ഇഫ് പോസിബിൾ JEE അഡ്വാൻസ്ഡ് നമ്മൾ എഴുതി IISTയിലേക്ക് അഡ്മിഷൻ എടുക്കുക. അവിടെ നിന്ന് ISRO ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പോകാം. അതല്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ ഡുവൽ ഡിഗ്രി BSMS കോഴ്സുകൾ ആസ്ട്രോഫിസിക്സിൽ ഇന്റഗ്രേറ്റഡ് ഫിസിക്സിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല ബാക്ക്ഗ്രൗണ്ട്, സ്ട്രോങ് ഫൗണ്ടേഷൻ അതിൽ ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസിലേക്ക് നമുക്ക് തിരിയാം. സോ ദാറ്റ്സ് ഹൗ യു വിൽ ബിക്കം ആൻ ആസ്ട്രോണമർ. 10th ശേഷം ഇതേപോലെ 11th 12th ഒരു സ്ട്രോങ് സയൻസ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിനും കൂടെ JEE അഡ്വാൻസ്ഡ് പോലുള്ള എൻട്രൻസ് എക്സാമിനേഷന് റിഗറസ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് കുട്ടികളെ അവരുടെ സ്വപ്നത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻസ് നേടിക്കൊടുക്കുന്നതിനും സൈലം സ്കൂളുകളുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം ആൻ ആസ്ട്രോണമർ, ഇതൊക്കെയാണ് ഇതിന്റെ റൂട്ട് മാപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി. ഓൾ ദി ബെസ്റ്റ്.